പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. കാരണം 13-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഈ നാടകത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്ക് 1.5 വയസ്സായിട്ട് 12 വയസ്സിലോ 13-ാമത്തെ വയസ്സിൽ തന്നെയാണ് എനിക്ക് പിന്നെ വിവാഹം ഉണ്ടായത്. അത് ബാപ്പയുടെ മരണത്തോടു കൂടി ഞങ്ങൾ ബാപ്പരാണെന്ന് അറിഞ്ഞപ്പോൾ ബാപ്പയോട് ഒരു ഫ്രണ്ട്, സാധാരണ പറയാറുള്ളത് വിട്ടുപോയത്, അതിനൊരു ഫ്രണ്ട് മമ്മൂണിയാക്ക അറിയാം, പാരമ്പര്യ മമ്മൂണിയാക്ക, വലിയ പൊടിയൊക്കെ കുത്തി പിടിച്ചിട്ടുള്ള ഒരു മമ്മൂണിയാക്ക. ഈ മമ്മൂണിയാക്കയാണ് വന്നിട്ട് പിന്നെ എൻ്റെ ഉപ്പാനോട് പറഞ്ഞ്, ഇത് ഇവിടെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്, നമുക്ക് സമ്പത്തൊന്നും കൊടുക്കാനില്ല, അപ്പോൾ നമുക്ക് ഇവിടെ വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കട്ടെ. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യാനാണ്, ആരെ കൊണ്ടാണ് ഇപ്പൊ ഇവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്ര ചെറുപ്പത്തിൽ, അതുകൊണ്ട് എനിക്ക് നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ്, ഞാനൊരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ 47 വയസ്സായ ഒരു കുട്ടി ഹസൻ എന്ന് പറഞ്ഞ ഒരാള് പിന്നെ കോഴിക്കോട് നിന്ന് ഇവിടെ പണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു മില്ലുണ്ടായിരുന്നു, ആ മില്ല് പണിയെടുക്കുന്ന കുട്ടി ഹസനാണ്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കത് വേണ്ട, നമ്മുടെ വീട്ടിലെ നീലാണ്ടൻ കല്യാണം കഴിച്ചാലും എനിക്ക് അയാളെ വേണ്ടാറില്ല. കാരണം ഒരു സംസ്കാര ശൂന്യനായ, ഭാഷ വളരെ മോശം, വേണ്ടാത്ത വർത്തമാനെ പറയുള്ളൂ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ വലിയ പടി എടുത്തിട്ട് എന്നെ അടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ നിസ്സഹായായി അനുവദിച്ചു കൊടുത്തതാണ്. 5 ദിവസത്തെ ദാമ്പത്യ ജീവിതത്തോടുകൂടെ ഞാൻ പറഞ്ഞു കടകട പുറത്ത്. അങ്ങനെ പറഞ്ഞ് പുറത്താക്കി വിട്ടതിന് ശേഷം നമുക്കറിയുന്നില്ല പ്രഗ്നന്റ് ആണോ എന്നൊന്നും. അങ്ങനെ ഒരു കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്കൊരു മാനസിക വിഭ്രാന്തി, അത് ഞാൻ വിട്ടുപോയതാണ്. കാരണം ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ ഭർത്താവ് എന്താ, ഭാര്യ എന്താ എന്ന് അറിയാത്ത കുട്ടികൾക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി. ആ വിഭ്രാന്തിയിലിരിക്കുമ്പോ പിന്നെ അങ്ങനെ ഈ വയറ് വലുതായി വരുന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഈ മനുഷ്യരെ കണ്ടാൽ ഭയം, എല്ലാം ഭയം. അങ്ങനെ ആവുമ്പോൾ മനുഷ്യരെ കാണുമ്പോഴേക്കും ഞാൻ ഇത് കാണുമ്പോൾ ഇവര് ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങളെ കാണുമ്പോൾ വലിയ ഇതൊക്കെ കാണിക്കണ്ടായിരുന്നു, ഇതെങ്ങനെ സമ്പാദിച്ചു. അപ്പൊ എന്താണെന്ന് നോക്കുമ്പോ വയറ് വീഴ്ത്തിട്ടുണ്ട്. അപ്പൊ പൊട്ടിട്ട് ഞാനൊരു കുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിയില്ല. അപ്പൊ ആളുകൾ പറയേ അങ്ങനൊന്നും ചെയ്യാനൊന്നും പാടില്ല, നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ പേടിയിട്ട് ഒരു ദിവസം കയറിട്ട് തൂങ്ങി ഒരു ശബ്ദം കേട്ടിട്ട് ജ്യേഷ്ഠൻ ഓടി വന്നപ്പോൾ ഞാൻ തൂങ്ങാൻ അതിൽ അറുത്തിട്ടിട്ട് പറഞ്ഞു, ജീവിച്ച് കാണിക്കുക, മരിച്ചല്ല കാണിക്കുക, ജീവിച്ച് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ജീവിച്ച് കാണിക്കണം, മരിച്ചാൽ ഇതോടെ അവസാനിക്കും, ഇനി വേറെ പെൺകുട്ടികൾക്ക് ഈ അനുഭവം വരും. അതുകൊണ്ട് ഞാൻ ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഞാനിത് പറയും, നിങ്ങൾ ഒരിക്കലും ഒരു 20 വയസ്സിന് ശേഷമല്ലാതെ വിവാഹം കഴിക്കരുത് എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത് ആ കാലഘട്ടങ്ങളിലൊക്കെ. കാരണം 20 വയസ്സായാലും പിന്നെ കുറെ നമുക്ക് മനസ്സിലാവും, അത് അങ്ങനെയാണ് ഒരു ഭർത്താവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനെങ്കിൽ പറയും. ഇത് ഈ 13 വയസ്സിലൊക്കെ എന്താ മനസ്സിലാവുക? ഇന്ന് ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവുകയാണ്. ഓരോ മനുഷ്യര് 13 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, അങ്ങനെ പിന്നെ കള്ള് ഒളിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ ജനങ്ങൾ എന്ന് ധരിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു വിവാഹിതയായതും അങ്ങനെ ഒരു കുട്ടി എനിക്ക് ജനിച്ചതും. പിന്നെ ആ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവളെ വളർത്തട്ടെ, അതിന് ഒരുപാട് ജോലികൾ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല, അരിക്കച്ചവടം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കൂലിപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാനൊരു കലാകാരി ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കൂലിപ്പണിയാണെങ്കിലും അതൊരു കലയാണ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പണി. നമ്മളൊരു തുണി അലക്കുകയാണ്, ആ അലക്കലും നമ്മളൊരു കലയാണ്. അതൊരു കലയായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അലക്കുന്നത് നമ്മൾക്കൊരു സന്തോഷമായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇതിനൊക്കെ യാതൊരു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കലയാവില്ല. പക്ഷെ അതല്ല, അതാണ് നമ്മളെ കല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും ഈ മുളച്ചെടുത്ത് ചാടിയ ഒറ്റ കലാകാരികളോ വലിയ മേലെ വന്ന ആരും ഉണ്ടായിരിക്കില്ല. കാരണം വളരെ താഴേക്ക് നിന്ന് പോകുന്ന കലാകാരന്മാരാണ് ഏറ്റവും വലിയ കലാകാരന്മാരായി വളരുന്നത്. ഒരു കല എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. ഇപ്പൊ നമ്മളൊരു നടത്തം, ഒരു 4 ആൾ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി, ആ 4 ആൾ 4 മാതിരിയായിരിക്കും കൈവീശുന്നത്. അതൊരു കലയാണ്, അതിൽ നിന്ന് നമുക്ക് പിന്നെ പിടിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നാടകം കളിക്കുകയാണെങ്കിൽ ആ നാടകത്തില് ഞാൻ കണ്ട ഒരാളെ കൈവീശൽ ഇങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെയാലോ. ഇപ്പൊ നടക്കുമ്പോ
ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കുന്നത് നമുക്കപ്പോൾ ഒന്ന് ഇങ്ങനെ നടക്കാൻ തോന്നിയാൽ ഇങ്ങനെ നടക്കാൻ തോന്നിയാൽ അങ്ങനെ നടന്നു കൊടുക്കണം. അപ്പൊ അതൊരു കലയാണ്, അതൊരു കലാകാരന്റെയും കലാകാരിയുടെയും കഴിവാണ്. അപ്പൊ നമ്മളൊരു ബസ് കയറിയാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താശക്തി, നമ്മളെ ഇയാളെ എങ്ങനെ നോക്കി കാണുന്നു എന്നൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ അറിയും. അത് കാണുമ്പോൾ അറിഞ്ഞാൽ അതിനനുസരിച്ച് പ്രതികരിക്കാനും നമ്മൾക്ക് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ് നമുക്ക് ആവശ്യം. എല്ലാവരും കലാകാരന്മാരാണ്. ഇപ്പൊ നമുക്ക് ദൈവം തന്നെ നമ്മളെ സൃഷ്ടിച്ച കലയിലൂടെയാണ്. കാരണം നമ്മൾക്കൊരു കണ്ണ് തന്നാൽ അതിന്റെ മുകളിൽ എന്ത് കണ്ടിരിക്കും? അതിന്റെ സൗന്ദര്യത്തിനാണ്. അല്ലെങ്കിൽ അതങ്ങനെ മുഴച്ചു നിന്നാലും യാതൊരു സൗന്ദര്യമല്ല. അതിന്റെ പുറത്ത് കുറച്ചും കൂടെ സൗന്ദര്യത്തിന് വേണ്ടി ദൈവം അങ്ങനെ ഒരു ചെറിയ കർത്ത വരെയും കൂടി കൊടുത്ത് ഈ രോമം അല്ലെ, ഇതൊക്കെ മൂക്കിലേക്ക് നമ്മൾ എന്തിനാണ്? അങ്ങനെ ഓരോ അവയവം ദൈവം തന്നെ നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു കലയിലൂടെ. അങ്ങനെയുള്ള ഈ കലാകാരന്മാരായിട്ടാണ് നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ജീവിതം വളരെ ദുരിതമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ കരകയറി ഒരു കലാകാരിയായി ഇപ്പൊ നിങ്ങളെ മുൻപിൽ സംസാരിക്കാനൊക്കെ നിൽക്കുന്നത്. ആദ്യത്തെ കാലഘട്ടം പറയണമെങ്കിൽ എനിക്ക് യാതൊരു മടിയില്ല. എൻ്റെ ബാപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്വത്തൊക്കെ എങ്ങനെ പോയി എന്ന് കൂടി പറയാൻ അറിയില്ല എൻ്റെ ഉമ്മാക്ക്. അങ്ങനെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ മാത്രമൊന്നും അല്ലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വത്ത്. അപ്പോൾ അതൊക്കെ നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കരകയറി ഞാനൊരു കലാകാരിയായി, ജ്യേഷ്ഠത്തിന്റെ മക്കളൊക്കെ കലാകാരന്മാരായി. ഇപ്പൊ എന്റെ വീട്ടിലുള്ള കുട്ടികൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് മദ്രസ വിലക്ക് ഇപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ വിലക്കുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, എനിക്ക് അവരോട് നേരിട്ട് ചോദിക്കാൻ അതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഈ പറയുന്ന മനുഷ്യർ അവർ വലിയ മുസ്ലിംമാരാണ്, വലിയ ആളുകളാണ്, ദീൻ പഠിപ്പിക്കുന്നവരാണ്, അവര് നമ്മളെ പുറത്തിടാൻ ശ്രമിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർ ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുള്ള 10 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഈ മനുഷ്യർ ഒന്നും ചെയ്യില്ല. ഇവര് പറയും നിങ്ങൾ ഉച്ചക്ക് നിങ്ങളാടെ കഞ്ഞി, വൈകുന്നേരം മറ്റോട്ട് ചോറ്, ഇവിടെ രാവിലത്തെ വരുന്നത് അതിനൊക്കെ കോഴിയും വേണം, കൂട്ടാനും വേണം, അതൊക്കെ വേണം. ഇതൊക്കെ വേണമെന്ന് പറയുന്ന ഈ മനുഷ്യർ പ്രസംഗിച്ച് നടക്കുമ്പോൾ അവർക്ക് 1 ലക്ഷം, 6 ലക്ഷം, ഇന്നലെ 1 ലക്ഷത്തിന്റെ ഒരാളെ പ്രസംഗം ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ടു. അത് നമ്മുടെ നൗഷാദ്, അദ്ദേഹത്തിന് 1 ലക്ഷം കൊടുക്കണം. പക്ഷേ 1 ലക്ഷം കിട്ടുമ്പോൾ ഒരു 50,000 സക്കാത്ത് കൊടുക്കട്ടെ. ഇസ്ലാമം അങ്ങനെ കൊണ്ടുകിടക്കുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യൂലല്ലോ. ഇപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒറ്റ മുസ്ലിംമാരോടും ഒരു മനുഷ്യന് റമദാൻ മാസത്തിൽ പൈസ കൊടുക്കൂല. ഈ നാടകം കഴിച്ച് നടക്കണം ഞാൻ എന്തെങ്കിലും പോകും. അപ്പൊ അതാണ് ഇസ്ലാം മതം. അല്ലാതെ പർദ്ദി ധരിച്ച് കുപ്പായിട്ട് പിന്നെ ഈ ഒരു റോഗിയ വീട്ടുകാരെ എല്ലാവരോടും ഞങ്ങൾക്ക് ഉച്ചക്ക് വെച്ചേക്കാം നിങ്ങളവിടെ ചോറ് വേണം എന്നൊക്കെ പറഞ്ഞാണ് മറ്റുള്ള ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ വകയില്ലാത്ത എത്ര മനുഷ്യരുണ്ടെന്ന് അറിയും. അവരെ ഭേദം ഞങ്ങളോട് പറയുമ്പോൾ വല്ലാത്ത ദുഃഖത്തോട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ലോകം. ഈ ലോകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് അഭിനയിക്കാനും പഠിക്കണം. ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊന്നും ഞാൻ പറയാൻ വിചാരിച്ചതല്ല, ഇത് നിങ്ങളോട് പറയിപ്പിച്ചതാണ്. ഇതിന് എന്ത് വന്നാലും അതിനെ നേരിടാനും ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ ഈ പാർട്ടിയുടെ പേര് എന്നെ ബ്രഡ് കേൾപ്പിച്ചാൽ ഒരു വട്ടം ഞാൻ ബ്രഡ് കേൾപ്പിച്ചതാണ്. ഒരു പ്രാവശ്യം എന്നെ ബ്രഡ് കേൾപ്പിച്ചിരുന്നു. ആ ബ്രഡ് കേൾപ്പിച്ചപ്പോൾ കുഞ്ഞുപിള്ളമ്പരാൻ പറഞ്ഞു, എന്റെ പാടത്ത് പിന്നെ ഒരുപാട് നെല്ലുണ്ട്, ആ നെല്ല് ഞാൻ അവിടെ കൊണ്ടുവരും. ചാക്ക് കിണറ്റിന് ആഴ്ചയുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ ഒരു കിണറുണ്ട്, അതിൽ വെള്ളമുണ്ട്. ഒരു തീപ്പെട്ടിക്ക് വേണമെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് പോയിക്കൊള്ളാം, ഇവിടെ നെൽപ്പുരക്കാർക്ക് വേണ്ട. അപ്പൊ അങ്ങനെ പറയാൻ അത് സഹായിക്കാൻ ആളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മനുഷ്യനെ ഒരാൾ വെറുത്താൽ മറ്റൊരാൾ സഹായിക്കാൻ നമുക്കുണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ നന്നായിട്ട് എഴുതാനുള്ള ഇതിൽ നിന്നൊക്കെ വിത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് എന്നെ തന്നെ ഒരു കഥാപാത്രമാക്കി എഴുതാം. ഞാനൊന്നും പറയില്ല. നിങ്ങൾക്ക് തോന്നിയ എഴുതല് നിങ്ങൾ അത് 10 ആൾ എഴുതുമ്പോൾ 10 വിധമായിരിക്കും. അപ്പൊ അതിൽ ഏതാണ് ശരിയെന്ന് നോക്കാൻ. ഇനിയിപ്പോ തെറ്റ് എഴുതിയാലും ഞാൻ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം തെറ്റും ശരിയും ഒക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല എഴുത്തുകാരായിട്ട് നിങ്ങളൊക്കെ വരട്ടെ. നിങ്ങൾക്ക് ഒരുപാട് കലയിലൂടെയും സംസ്കാരത്തിലൂടെയും ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെയും
അതോടൊപ്പം ജോലി ലഭിക്കട്ടെ എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ആശംസിക്കുന്നത്.